ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് നിങ്ങൾ കണ്ട ഇന്ന് ഫുൾ ഇരുട്ടാണ്. ഇപ്പോൾ 6:30 സമയമായിട്ടാണ്. ഭയങ്കര ഇരുട്ടാണ് റൂമിലെല്ലാം. പക്ഷെ ഇത് കുറച്ച് ലേറ്റ് ആയിട്ടാണ് കേട്ടോ. പുറത്തേക്ക് അയച്ച കാണുന്ന ഏട്ടൻ ഡ്യൂട്ടിക്കെല്ലാം പോയ ശേഷം ഞാൻ കിടന്നുറങ്ങി. ഒരു 8 മണിക്കത്തെ കഴിച്ചത്. ഇങ്ങനെ ചാടിപ്പോകുന്ന സാധനം കണ്ട. ഇവിടെ ആദ്യം മങ്കീൻ്റെ ശല്യം കുറേ കൂടിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ മങ്കിയോട് ഭയങ്കര ശല്യമാണ്. വീട്ടിലെല്ലാം കയറി ഫ്രിഡ്ജ് തുറന്ന് സാധനങ്ങളെല്ലാം എടുത്തോ, എല്ലാവരും കടിക്കും. അതുകൊണ്ട് ഇവിടെ വേറൊരു വലിയ ലങ്കൂറിനെ കൊണ്ടുവന്ന് നിർത്തിയിട്ടുണ്ട് ഈറ്റകളെ പായിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇപ്പം എല്ലാം അതിൻ്റെ പേടി മാറിയെന്ന് തോന്നി. ഇപ്പോൾ ആദ്യം എല്ലാം നമ്മളെ സ്റ്റേഷനിൽ തന്നെ കുരങ്ങൾ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ തന്നെ നമ്മൾ ദോശ കഴിച്ചു. ദോശയും ചമ്മന്തി ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല, കാരണം എനിക്ക് ഭയങ്കര ബിസിയാണ് ഞാൻ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ അരി വെള്ളത്തിലിട്ടു. ഞാനിതെടുത്തിട്ട് റൈസ് കുക്കറിൽ വെക്കും, കാരണം മട്ടയിൽ കുറച്ച് വേവുണ്ടല്ലോ. ഞാൻ തിരക്കാമെന്ന് പറഞ്ഞെന്ന് വെച്ചാൽ ഞങ്ങൾ നാട്ടിൽ പോവേനെ. അപ്പോൾ എനിക്ക് പാക്കിംഗ് ഉണ്ട്, പിന്നെ വീടെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് പോകണം. ഇല്ലെങ്കിൽ വരുമ്പോഴേക്ക് ഫുള്ള് പൊടി പൊടിക്കും. എല്ലാ സാധനങ്ങളും എല്ലാം എനിക്ക് മാറ്റണം. അപ്പോൾ അതിൻ്റെ എല്ലാം പരിപാടിയുണ്ട്. പക്ഷേ പാക്ക് ചെയ്യണമെങ്കിൽ എൻ്റെ അടുത്ത് ട്രോളി ബാഗ് നമ്മളത് കേടായിട്ടുണ്ട്. അതിന് പുതിയ ട്രോളി ബാഗ് ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് വരണത്രേ. ഇന്നലെ വരേണ്ടതാണ്, പക്ഷേ ഇന്നലെ വന്നില്ല, ഇന്ന് വന്നു. പക്ഷെ നമുക്ക് നാളെ പോവും വേണം. അപ്പോൾ അതിൻ്റെ എല്ലാം തിരക്കുണ്ട്. അപ്പോൾ എൻ്റെ അടുത്ത് പച്ചക്കറികളൊന്നും ഇല്ല, കാരണം നാട്ടിൽ പോകുന്നതുകൊണ്ട് അധികമൊന്നും വാങ്ങിയിച്ചില്ല. അപ്പോൾ കോവയ്ക്ക ഉണ്ടായിനി. അപ്പോൾ കോവയ്ക്ക് ഉപ്പേരിയൊക്കെ വിചാരിച്ച് ഞാൻ കോവയ്ക്ക മുറിച്ചിട്ടു. പിന്നെ പരിപ്പ് കറി ഉണ്ടാക്കാൻ വിചാരിച്ചു. പരിപ്പ് കറി ഞാനിപ്പോൾ ഇങ്ങനെയായിട്ട് വെക്കൽ, മറ്റേ തൃശ്ശൂർകാരുടെ പരിപ്പ് കറിയാണ് ഞാൻ ഉണ്ടാക്കൽ, കുത്തിക്കാച്ചൽ. അപ്പോൾ ഇതാകുമ്പോൾ എളുപ്പമായി നല്ല ടേസ്റ്റുമാണ്. അതിൽ ഞാൻ കടുക് വറുത്തിട്ടു, പിന്നെ ഉള്ളിയും വറ്റൽമുളകും എല്ലാം ചതച്ചിട്ടു. പിന്നെ അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറും ഇടും കേട്ടോ. അപ്പോഴേക്ക് പരിപ്പൊടി റെഡിയായി. പിന്നെ കോവക്കുപ്പേരി, പിന്നെ കുറച്ച് അപ്പോഴേക്ക് എൻ്റെ മോള് നേരത്തെ എണീച്ചിനി. അപ്പോൾ ഓൾ എൻ്റെ അടുത്തേക്ക് കിച്ചണിൽ വന്നിട്ട് എൻ്റെ കൂടെ അങ്ങ് ഇരിക്കും. പോക്ക് കറിക്ക് ഉപ്പുണ്ടോ നോക്കണം, പിന്നെ എൻ്റെ കൂടെ എന്നാലും പൊടി ഇടുന്നു, അങ്ങനെയെല്ലാം പറഞ്ഞിരിക്കും. അങ്ങനെ മോൾ എൻ്റെ അപ്പുറം തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ കിച്ചണിൽ എൻ്റെ അപ്പുറം തന്നെ വന്നിരിക്കും. എല്ലാം അറിയണം. ആ തട്ടുമ്മൽ ഓൾ ഇരുത്തണം, ഇല്ലെങ്കിൽ ഫുൾ കരച്ചിലായിരിക്കും. അല്ലെങ്കിൽ പിന്നെ TV കണ്ടുകൊണ്ടിരിക്കണം. അപ്പോൾ ഞാനും വിചാരിച്ചു എനിക്കും ഓളെ കണ്ടുകൊണ്ടിരിക്കാമല്ലോ എന്നാ ചെയ്യുന്നതെന്ന്. അപ്പോൾ ഓളെൻ്റെ അടുത്ത് വന്നിരുന്നു. നമ്മളങ്ങനെ ഓരോന്ന് സംസാരിച്ച് എൻ്റെ കുക്കിങ്ങും നടന്നു, ഓളെ നോക്കൽ ആയി. പിന്നെ ഞാൻ കുറച്ച് ചിക്കൻ ഉണ്ടായിനി, അതും ഉരുളക്കിഴങ്ങിട്ട് പുഴുങ്ങി വെച്ച് എന്തെങ്കിലും കറിയാക്കാൻ കഴിച്ചു. അപ്പോഴേക്ക് എനിക്കൊരു മിക്സർ കഴിക്കാൻ തോന്നി. അപ്പോൾ കുറച്ച് അവലുണ്ടായിനി. അവലും നിലക്കടലയും മറ്റേ പരിപ്പോട്ടനും ചേർത്ത് ഞാനൊരു മിക്സർ ഉണ്ടാക്കി, ഉപ്പും മുളക് പൊടി ഇട്ടിട്ട്. പിന്നെ ഞാൻ കുളിക്കാനെല്ലാം പോയി. അങ്ങനെ ഉച്ചക്ക് ചോറ് കഴിച്ചു എല്ലാം കൂട്ടിയിട്ട്. പിന്നെ ഒന്ന് കിടന്നുറങ്ങി. പിന്നെ വൈകുന്നേരം വളക്കെല്ലാം കത്തിച്ചിട്ട് ഇനി ഇത്രയും ഷൂട്ട് ചെയ്യില്ല. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ബൈ ബൈ ഗൈസ്. അപ്പോൾ എൻ്റെ പെട്ടി വന്നു കേട്ടോ. ഇതാണ് നമ്മളെ പെട്ടി, 2 പെട്ടിയാണ്. അപ്പോൾ എല്ലാം ഞാൻ പാക്കിങ് ചെയ്തിട്ട് ബൈ ബൈ.